ദിൽന, കടുത്ത പ്രതിഷേധം. ഒരറ്റത്ത് അതിജീവതയ്ക്കൊപ്പം ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു സമൂഹം, സാംസ്കാരിക ലോകം. ഇതാ യുവത പ്രതിഷേധവുമായി പോവുകയാണ്. ആ അതിജീവതയ്ക്കെതിരായി നിലപാട് സ്വീകരിച്ച UDF കൺവീനറിനെതിരെ, UDFനെതിരെ, കോൺഗ്രസിനെതിരെ. ദിൽന. അതെ അജിംഷാദ്, ഈ പറയുന്നത് പോലെ അടൂർ പ്രകാശിന്റെ അതിജീവിതയ്ക്കെതിരായുള്ള ഒരു നിലപാടിനെതിരെയാണ് തിരുവനന്തപുരം ഡിവൈഎഫ്ഐയുടെ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഒരു പ്രതിഷേധ പ്രകടനം നടക്കുന്നത്. പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ എത്തിച്ചേരുന്നതാണ്. അവിടെ വെച്ച് അടൂർ പ്രകാശിന്റെ കോലം കത്തിക്കുന്നത് അടക്കമുള്ള പ്രതിഷേധം സംഘടിപ്പിക്കും. പറയുന്നത് പോലെ കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പ് എല്ലാ അതിജീവിതകളുടെ കേസിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ദിലീപിന്റെ കേസിലാണെങ്കിലും അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിലാണെങ്കിലും ഒക്കെ തന്നെ കോൺഗ്രസിന്റെ ഒരു ഇരട്ടത്താപ്പ് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ പറയുന്നത് പോലെ അല്പസമയത്തിനകം ഈ ഒരു പ്രതിഷേധ പരിപാടിയിൽ അടൂർ പ്രകാശിന്റെ കോലം കത്തിക്കും. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിലാണ് ഈ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. തീർച്ചയായും ജബി മേത്തർ അടക്കമുള്ള കോൺഗ്രസിൻ്റെ MP-മാർ വരെ അത്തരം കുറ്റാരോപിതരുമായി നിന്ന് ഫോട്ടോ എടുക്കുന്ന, സെൽഫി എടുക്കുന്നതൊക്കെ വന്നു. ഈ ഘട്ടത്തിലാണ് കോടതി ഒഴിവാക്കിയത് എങ്കിൽ പോലും അത് പിന്നീട് കോടതി അത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കുകയും ആ ഒരു ഘട്ടത്തിൽ, അതാണ് ദൃശ്യങ്ങളാണ് ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധത്തിൻ്റെ. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ അടൂർ പ്രകാശ് അടക്കമുള്ളവർ സർക്കാർ പോകുന്ന അപ്പീലിനെ വിമർശിക്കുന്നു, ദിലീപിനൊപ്പം നിൽക്കുന്നു. എന്നിട്ട് അങ്ങനെ വേട്ടക്കാർക്കൊപ്പമാണ്, അതിജീവതയ്ക്കെതിരാണ് UDF എന്ന് തെളിയിപ്പിച്ച ആ രാഷ്ട്രീയ നിലപാടിനെതിരെ കൂടിയുള്ള പ്രതിഷേധമാണ് യുവത നടത്തുന്നത്. ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം, അതിൻ്റെ ദൃശ്യങ്ങൾ ഞങ്ങൾക്ക് കാണാം. ദിൽന. ഒരു യുവത പ്രതിഷേധിക്കുകയാണ്, നിരത്തിലിറങ്ങി പ്രതിഷേധിക്കുകയാണ്. കോൺഗ്രസ് ഭരിക്കുന്ന അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഭരണത്തിൽ ഇരിക്കുമ്പോൾ ഈ അതിജീവിതയ്ക്ക് എന്ത് സംഭവിക്കുമായിരുന്നു, ഇപ്പോൾ സർക്കാർ അപ്പീലിന് പോകുമ്പോൾ അത് സർക്കാരിന് വേറെ പണിയൊന്നും ഇല്ലാത്തത് കൊണ്ടാണെന്ന് പറയുന്ന ഒരു UDF കൺവീനർ ഉള്ളിടത്തോളം കാലം കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സമയത്തായിരുന്നുവെങ്കിൽ ഈ അതിജീവിതകളുടെ എല്ലാം സ്ഥിതി എന്തായിരിക്കും എന്നുള്ളത് പേടിപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. ഇവിടുത്തെ സമൂഹം എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത് എന്നത് ഭയപ്പെടുത്തുന്ന കാര്യം കൂടിയാണ്. സമൂഹം ഒന്നടങ്കം അതിജീവിതയോടൊപ്പം നിലനിൽക്കുമ്പോൾ കോൺഗ്രസിനുള്ളിൽ മാത്രം അല്ലെങ്കിൽ UDF കൺവീനറിൽ നിന്ന് ഇത്രയധികം അതായത് കടുത്ത പ്രതിഷേധമാണ്. UDF കൺവീനർ അടൂർ പ്രകാശ് പറഞ്ഞ വാക്കുകൾ, അത് അടൂർ പ്രകാശിന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ കൂടിയല്ല, UDF കൺവീനർ എന്ന നിലയിൽ കൂടിയുള്ള വർത്തമാനമായത് കാണണം. അത് UDFന്റെയും കോൺഗ്രസിന്റെയും ഇരട്ടത്താപ്പാണ്. കോൺഗ്രസിന്റെ അതിജീവതയ്ക്കെതിരായ രാഷ്ട്രീയമാണ്. അതിനെതിരായിട്ടാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം ഇതാ തലസ്ഥാനത്ത് പുരോഗമിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നാം കാണുന്നത്. അതിജീവതയ്ക്കെതിരായ UDF കൺവീനർ അടൂർ പ്രകാശിന്റെ നിലപാട്, അതിൽ പ്രതിഷേധിക്കുക എന്ന ബാനർ ഉയർത്തിയാണ് ഇതാ ഡിവൈഎഫ്ഐ യുവത പ്രതിഷേധം തീർക്കുന്നത്.